ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ആണ്, എക്കണോമിക്സിനെ കുറിച്ച് ആണ്. എന്താണ് എക്കണോമിക്സ്? ഗൃഹഭരണം എന്ന അർത്ഥം വരുന്ന, ഹൗസ് ഹോൾഡ് എന്ന അർത്ഥം വരുന്ന ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം രൂപം കൊണ്ടത്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയെ സംബന്ധിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തെ അഫ്നോളജി എന്നാണ് പറയുന്നത്. അപ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ള പഠനത്തെ എന്തെന്ന് പറയുന്നു? അഫ്നോളജി എന്നാണ് പറയുന്നത്. അപ്പം ഗൃഹഭരണം എന്ന അർത്ഥം വരുന്ന ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം രൂപം കൊണ്ടത്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഉൽപാദനം, ഉപഭോഗം, വിതരണം എന്നിവയെ സംബന്ധിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. ഈ സാമ്പത്തിക ശാസ്ത്രത്തെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു: സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും. മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. സ്ഥൂലം എന്ന് പറഞ്ഞാൽ വലുത്, സൂക്ഷ്മം ചെറുത്. അപ്പോൾ വലുത് എന്ന അർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന പദം രൂപം കൊണ്ടത്. അതുപോലെ ചെറുത് എന്ന അർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന പദം രൂപം കൊണ്ടത്. ഇനി ഒരു രാജ്യത്തെ ഉൽപാദനം, വിഭവ വിനിയോഗം എന്നിവ എന്താണെന്നും വേതനം, വില, ലാഭം, പലിശ ഇവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. നമ്മൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഉൽപാദനം, വിഭവ വിനിയോഗം എന്നിവ എന്താണെന്നും വേതനം, വില, ലാഭം, പലിശ ഇവയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആണ്. ഇനി ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു സഞ്ചിത സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ അഗ്രഗേറ്റ് എക്കോണമി എന്ന് അറിയപ്പെടുന്നു. അഗ്രഗേറ്റ് എക്കോണമി, സഞ്ചിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ അഗ്രഗേറ്റ് എക്കോണമി എന്ന് പറയുന്നു. അപ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള കാര്യങ്ങൾ, മൊത്തം ഉൽപാദനം, മൊത്തം ഉപഭോഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രമാണ്, സാമ്പത്തിക ശാസ്ത്രമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഇനി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യയുടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതും അവ നടപ്പിൽ വരുത്തുന്നതും സർക്കാർ, ഭരണഘടനാ സ്ഥാപനങ്ങളായ RBI, സെബി അതുപോലുള്ള സമാന സംഘടനകൾ എന്നിവയാണ്. എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതും അവ നടപ്പിൽ വരുത്തുന്നതും സർക്കാർ, ഭരണഘടനാ സ്ഥാപനങ്ങളായ RBI, സെബി അതുപോലുള്ള സമാന സംഘടനകൾ ആണ്. ഇനി സ്ഥൂല സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവർ പൊതുവായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക വിഭവങ്ങളെ ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. എന്താണ്? സ്ഥൂല സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവർ പൊതു ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക വിഭവങ്ങളുടെ ഫലപ്രദമായ വിനിയോഗം സാധ്യമാക്കി തീർക്കുന്നു. ഇനി ഒരു രാജ്യത്തിൻ്റെ പൊതുവായ ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നു. ഒരു രാഷ്ട്രത്തിൻ്റെ പൊതുവായ ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നു.
ഇതൊക്കെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സവിശേഷതകൾ ആണ്. ഇനി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠനവിധേയമാക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠനവിധേയമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ. ആദ്യത്തെ പഠന വിഷയം ഇതാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഒരു പഠന വിഷയം ആണ്. അതുപോലെ തൊഴിൽ, തൊഴിലില്ലായ്മ, തൊഴിൽ നിയമങ്ങൾ അത് രണ്ടാമത്തെ പഠന മേഖലയാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ പഠന മേഖലയാണ് തൊഴിൽ, തൊഴിലില്ലായ്മ, തൊഴിൽ നിയമങ്ങൾ എന്നിവ. മൂന്നാമത്തത് പണത്തിൻ്റെ ഡിമാൻഡും സപ്ലൈയും, ചോദനവും പ്രധാനവും. പണത്തിൻ്റെ ചോദനവും പ്രധാനവും, ഡിമാൻഡും സപ്ലൈയും, ഇത് ഒരു പഠന വിഷയമാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു പഠന വിഷയമാണ്. അടുത്തത് പണനയവും ധനനയവും. പണനയവും ധനനയവും, ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. അടുത്തത് അന്താരാഷ്ട്ര വ്യാപാരം ആണ്. അത് ഒരു പഠന വിഷയമാണ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു പഠന വിഷയമാണ് അന്താരാഷ്ട്ര വ്യാപാരം. പിന്നീട് സാമ്പത്തിക സിദ്ധാന്തങ്ങൾ. സാമ്പത്തിക സിദ്ധാന്തങ്ങൾ ഒരു പഠന മേഖല ആണ്. അപ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ പഠന വിഷയങ്ങൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ, തൊഴിൽ, തൊഴിലില്ലായ്മ, തൊഴിൽ നിയമങ്ങൾ, പണത്തിൻ്റെ ഡിമാൻഡും സപ്ലൈയും, ധനനയവും പണനയവും, അന്താരാഷ്ട്ര വ്യാപാരം, അതുപോലെ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ പഠന വിഷയങ്ങൾ. ഇനി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഉൽപാദന മേഖല, ഫേംസ്, ഉൽപാദന മേഖല ഒന്ന്. രണ്ടാമത്തത് ഗാർഹിക മേഖല, ഹൗസ് ഹോൾഡ് സെക്ടർ. പിന്നെ സർക്കാർ, ഗവൺമെൻറ്. പിന്നീട് വിദേശ വ്യാപാരം, വിദേശ മേഖല, അത് എക്സ്റ്റേണൽ സെക്ടർ. ഇതൊക്കെയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ കൈകാര്യം ചെയ്യുന്ന പ്രധാന മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പറഞ്ഞത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.